ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സ്കൈ ബ്ലോക്ക് ആണ് ഗൈസ്. ഇപ്പോൾ നമ്മളിത് കളിക്കുന്നത് ബെഡ് റോക്ക് ആണ് ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് സുധി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറിനെ അറിയായിരിക്കും ഗൈസ്. പുള്ളിക്കാരൻ്റെ പഴയ വീഡിയോ കണ്ട അതിൽ നിന്ന് എടുത്ത ഒരു ഫൈനൽ എന്തോ ഇന്ന് കിട്ടിയതാ, ഡിസ്ക്രിപ്ഷനിൽ പോയപ്പോൾ കിട്ടിയതാ. 10 ഒബ്സിഡിയനോ മറ്റു സാധനം ഉണ്ടാക്കുക ഗൈസ്. ഇനി മരം വെട്ടുമ്പോൾ നമുക്ക് വെട്ടിയിട്ട് ഇതിൻ്റെ സാപ്ലിങ് പോകാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു സ്ഥലം ഉണ്ടാകണം, എല്ലാം ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ഡേർട്ട് ആദ്യം മരം മാത്രം കുറച്ച് ഇത്ര വെട്ടിയേക്കും, അതാകുമ്പോൾ സീൻ ഉണ്ടാവില്ല. പിന്നെ അയ്യോ അവിടെ ദേവ പോകണ എൻ്റെ കാലം അമ്മേ പോയടാ. അത് മൂഞ്ചിടാത് അത് പോയി അവിടെ ഒരു ബ്ലോക്ക് പോയി. അപ്പോൾ ഇനി നമുക്ക് ഒന്നും പോകാണ്ടല്ല, സൂക്ഷിച്ച്. സ്കൈ ബ്ലോക്ക് ഈസിയാണ്, പക്ഷെ ഞാനത് ഹാർഡ് മോഡ് പോലെ ഞാൻ ഇപ്പം ആക്കണ. ഇത് മര്യാദക്ക് കളിക്കാം. ഇത് ഒരെണ്ണോടെ വെട്ടി വെക്കാം. ഇനി ഇതിരുന്നിട്ട് കുഴപ്പമില്ല. നമുക്കിനി ഇത് മൊത്തം ഒരു 12 ബ്ലാങ്ക് ആക്കി ക്രാഫ്റ്റിംഗ് ടേബിള്. നമുക്ക് വേൾഡ് ലോഡാക്കിയിട്ട് തന്നെ കയ്യിലൊരു ബുക്ക് ഉണ്ടായി, വേൾഡ് മാപ്പ്. നെതറാ, നമുക്ക് ഓവർ വേൾഡ് ബയോം എടുക്കാം. വരുമോ ആവോ ഓവർ വേൾഡ് ബയോം? ഇത് മറ്റേ പ്ലെയിൻ സ്നോ. ഇതൊക്കെ അറിയാൻ പറ്റൂല. നൈസ്. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് വെച്ചേക്കാം. പിന്നെ ഐസ് ഇതെടുത്ത് വെച്ചേക്കാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കുഴിച്ചിട്ട് ഇവിടെയും കുഴിച്ചിട്ട് ഇവിടെ ഐസ് വയ്ക്കാം. ഐസ് മെൽറ്റായി പോകും. ഇനി ഇവിടെ നമുക്ക് ലാവ വയ്ക്കാം. അത് ഐസൊന്ന് മെൽറ്റാവും. ഇതിൻ്റെ മേളിൽ ലാവ ഒഴിച്ചാലാണോ മെൽറ്റ് ആവണേന്ന് എനിക്ക് ഡൗട്ട്. ഇത് എവിടെ വെച്ചാൽ ഐസ് മെൽറ്റ് ആവണമെന്ന് എനിക്ക് അറിയത്തില്ല ഐസ്. അതൊക്കെ അറിയുവാണെന്ന് കമൻറ്റ് ചെയ്യട്ടെ. സീഡ് കിട്ടൂല ഇത് പൊട്ടിച്ചോ? ഒരു സീഡ് കിട്ടി, 2 സീഡ് കിട്ടി. നൈസ്. മര്യാദയ്ക്ക് ചാവാണ്ട്. നമുക്കൊരു സാപ്ലിങ് കിട്ടി. അതവിടെ നിന്നോ എനിക്കറിയില്ല. ഇവിടെ നട്ടേക്കാം. ഇനി നമുക്ക് ഈ ഡേർട്ട് വെച്ച് ഒരു ചെറിയ ഒരു സ്ഥലം, നമുക്ക് ചാടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം, സാപ്ലിങ് കിട്ടുവാണെങ്കിൽ ചാടിപ്പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രം ഒരു ചെറിയ സ്ഥലം. ഇനി ഇതങ്ങ് പൊട്ടിക്കാം. അതാകുമ്പോൾ നൈസായിരിക്കും ഗൈസ്. അപ്പം ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലോങ്ങായി എന്ന് പറയുമ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ. പിന്നെ എല്ലാവർക്കും സ്കൂൾ തുറന്നപ്പോൾ പിന്നെ ഞാനും കുറച്ച് ബിസിയായി. അപ്പം നമുക്ക് ഇനി 16 ബ്ലാങ്കായി. ഇനി ഉമ്മേ ചത്തടാ. എന്താടാ അത്? ഇയാളെ എന്ത് കഷ്ടാളത്. ഗൈസ്, നമ്മൾ ഐശ്വര്യമായിട്ട് ആദ്യം തന്നെ ചത്തുണ്ട്. ഇനി നമുക്ക് ഈ വേൾഡ് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പറയട്ടെ, ലാബ് ബക്കറ്റില്ലാണ്ട് നമുക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് മെയിൻ പൊട്ടത്തരം. ഇനിയിപ്പോൾ ഈ വേൾഡ് ഭയങ്കര പോയി ഈ വേൾഡ് പോയി. ഇപ്പം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഇതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പോയി. വേൾഡ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് അന്നേരം നമുക്ക് നോക്കാം. അപ്പോൾ ഈ വേൾഡ് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിനി അത് നോക്കാം. അപ്പോൾ ഞാൻ റീക്രിയേറ്റ് ചെയ്ത് വരാം ഗൈസ്. ഇപ്പോൾ നമ്മൾ വേൾഡ് വീണ്ടും നമ്മൾ സെറ്റാക്കി എടുത്തു ഗൈസ്. റീക്രിയേറ്റ് ചെയ്തെല്ലാം എടുത്തു. റീക്രിയേറ്റ് ചെയ്യാൻ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു, അത് നമുക്ക് സീനാക്കിയില്ല. നമ്മളെല്ലാം റീക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ സൂക്ഷിക്കണം. ഇനി സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ ഇനി ചാവാൻ വയ്യ.
സീരിയസ് ആയിട്ടും പറയാൻ ചാവാൻ വയ്യ. മര്യാദയ്ക്ക് നമുക്കിനി സമയം കളയാണ്ട് കളിക്കാം. പിന്നെ കുറച്ച് പാട്ടായിട്ടായിരിക്കും നമ്മൾ പാട്ടെന്ന് പറയുമ്പോൾ എപ്പിസോഡ് പോലെ ആയിരിക്കും ഗൈസ് നമ്മൾ കളിക്കണമെങ്കിൽ. അത് നല്ലത്. അല്ലാണ്ട് ഇങ്ങനെ കുത്തിരുന്ന് കുറച്ച് പഠിക്കാനായിരിക്കും ഗൈസ്. നമുക്കിനി പൂ മൊത്തം ഇതിനകത്ത് കൊണ്ട് ഇനി ഇവിടെ ഇത് പൊട്ടിച്ചു, അണ്ട് ഐസ് ബ്ലോക്ക് കൂടെ വെച്ചു, അണ്ട് ഇത് പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചു, എന്നിട്ട് ഇത് പൊട്ടിച്ചു, ഇത് പൊട്ടിച്ചു. ഇവിടെ ലാവ് ഒഴിക്കണം, പക്ഷെ അതിൽ വെള്ളമായ കഴിഞ്ഞ് മാത്രമാണ് എനിക്ക് ഒഴിക്കേണ്ടത്. പക്ഷെ ഇത് എങ്ങനെ സ്മെൽറ്റ് ചെയ്യുമെന്നാണ് ഞാൻ സ്മെൽറ്റിന്ന് ഉദ്ദേശിച്ച് എങ്ങനെ ഇതാവുമെന്നാണ് ഞാൻ ആലോചിക്കണേ. ഇപ്പോൾ നമ്മുടെ പുതിയ സ്കിൻ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ കമൻറ്റ് ചെയ്യും. ഇനി ഈ സ്കിന്നായിരിക്കും പെർമനൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ജാവയിൽ മറ്റേ ശരി ഇത് ബെഡ്റോക്ക് ആയതുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ മരം ഇനി മുറിച്ചെടുക്കാം. മരം മുറിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ഇത്രയും ഡേർട്ട് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമുക്കൊരു വലിയ അബദ്ധം പറ്റി. ഇതേപോലെ ഞാൻ ഇവിടെ നിന്ന് ചാടിപ്പോയി. അതൊരു വലിയ മണ്ടത്തരായി. അത് പറയാൻ പറ്റാത്തതുണ്ട്. ഞാൻ ഭയങ്കര മണ്ടത്തരാട്ടെ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ ആ മണ്ടത്തരം കാട്ടൂല. ഇനി നമുക്ക് മര്യാദയ്ക്ക് കളിക്കാം. മര്യാദയ്ക്ക് എന്ന് പറയുമ്പോൾ നമുക്കിനി സിമ്പിളായിട്ട് കളിക്കാം. ഇത് ക്രാഫ്റ്റ് ചെയ്ത് ഇതാക്കി, പിന്നെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിള്, ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി ഈ വുഡ് സ്ലാബ് ആക്കണം. വേണ്ടല്ലോ. ഒരു ഐസ് ബ്ലോക്ക് എന്താ വെള്ളമാവാതെ, അതെങ്ങനെ വെള്ളമാണെന്ന് പറഞ്ഞാൽ ഐസ്. നമുക്ക് ഇനി ഇത് മൊത്തം വെട്ടാം. അണ്ട് ഇതിൽ നിന്ന് വെട്ടണ സാപ്ലിങ് ഇതായിട്ട് ചാട്ടെ പോവാണെങ്കിൽ പോട്ടെ. അത്യാവശ്യം കിട്ടണം, അത് എത്ര കൊടുക്കാം. ഈ വെള്ളം വാട്ടർ ആവണ വരെ നമ്മൾ നോക്കണം. എടാ ഇത് പൊട്ടിച്ച ആപ്പിൾ കിട്ടിയടാ. അപ്പം ഞാൻ കുനിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ചാടിപ്പോയില്ല കൈസ്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഇന്നില്ല. ഇത് ആ ഒരു സാപ്ലിങ് ഒരെണ്ണം കിട്ടി. ഇനിയെല്ലാം കിട്ടുമോ? എനിക്ക് ഈ മൈൻക്രാഫ്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. മൈൻക്രാഫ്റ്റ് ഞാൻ കുറച്ച് ലോങ് വെച്ചിട്ട് ഇനി അടുത്ത വേറെ ഫാർ ക്രൈ നമുക്ക് കളിക്കാം. നൈസ്. ഫാർ ക്രൈ 2 ഒക്കെ കളിക്കാം. അത് നൈസാണ്. ഫാർ ക്രൈ 2 നമ്മളെ ചാനലിൽ കിടക്കേണ്ടത്. ചാനലിൽ പോയി നോക്കിയാൽ കാണാം. ഒരു സാപ്ലിങ് ആണ് കിട്ടിയോളും, പിന്നെ ഒരു സീഡും. അപ്പം ഇത് നമുക്കിനി വീണ്ടും ഈ സ്ഥലത്ത് തന്നെ നട്ടുക. എന്നിട്ട് ഇത് ഇപ്പോൾ 16 പിന്നെ കുറച്ച് സ്റ്റിക്ക് ഇപ്പോഴത്തായി. പക്ഷേ ഈ വെള്ളം ഒന്ന് സ്മെൽറ്റായി നമുക്ക് മറ്റേ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കായിരുന്നു. എന്ന് പറയുമ്പോൾ ഇതിവിടെ വെച്ച് നോക്കട്ടെ, എല്ലാം ആവുമെന്ന് നോക്കട്ടെ. ഇത് വെള്ളം മെൽറ്റാവാത്തന്നാ, അല്ല ഐസ് മെൽറ്റാവാത്തന്നാ. ഇവിടെ വെച്ചാലോ. അമ്മേ തീ പിടിച്ചടാ, എനിക്ക് തീ പിടിച്ചടാ. അയ്യോ. ഓ ഭാഗ്യം. ഈ ആപ്പിൾ ഇപ്പോൾ നമുക്ക് ഈ ചെസ്റ്റിലങ്ങ് വെച്ചേക്കാം. പിന്നെ നമുക്ക് ഈ ബുക്കെല്ലാം ആവശ്യമാണ്. ഇപ്പോൾ നമുക്കിനി ഇത് വെയിറ്റ് ചെയ്യാം. ഇത് വെള്ളമാവണ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണെന്നാണ് തോന്നണേ. അപ്പോൾ നമുക്കിത് വെയിറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ തന്നെ ഒന്ന് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ്. നമ്മൾ പുതിയ അറിവ് കണ്ടുപിടിച്ചു. ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ യൂട്യൂബിൽ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു ഐസ് പൊട്ടിച്ചാൽ മതിയെന്ന്. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. നമ്മൾ കണ്ടുപിടിച്ച. ഓ നൈസ്. എൻ്റെ ലാവ എന്ത് ഇതിനകത്തുണ്ടാവണേ? ഉണ്ട്. ഇനി ഒരു കാര്യം ചെയ്യണം. ഈ ലാവ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ വെള്ളം ഇവിടെ എടുത്തിട്ട് ഇവിടെ ഒഴിച്ചിട്ട് ഈ ലാവ എടുത്തിട്ട്, അല്ല ഇവിടെയല്ല, ഇവിടെ ഒഴിച്ചിട്ട് വെള്ളം എടുത്തിട്ട് ഇവിടെ ഒഴിച്ചിട്ട് യെസ്
ഇനി നമ്മൾ ഒരു സ്റ്റോൺ പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കുന്നു. നമ്മൾ പഠിച്ചടാ പുതിയ അറിവ്. ബെഡ് റോക്കിൽ ഇങ്ങനെയായിരുന്നു, ഞാൻ അറിഞ്ഞില്ലടാ. പഠിച്ചടാ. ഇനി ഒരു സ്റ്റോണിൻ്റെ ഇത് ഉണ്ടാക്കിയിട്ട് ഇതങ്ങ് പൊട്ടിക്കും. അമ്മേ, ഇതിപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ച വെള്ളം കയറിയത് ലാവ പോകുമെന്നാണ് എൻ്റെ മനസ്സ് പറയണത്. ഇത് ഇവിടെ ഒഴിച്ചിട്ട് ഇതങ്ങ് മാറ്റാം. ഈ വെള്ളം ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഇതങ്ങ് പൊട്ടിച്ചിട്ട് ഇതിവിടെ മരം വന്നിട്ട് കുറച്ച് സ്ലാബ്, എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്, കാട്ടിത്തരാം. കുറച്ച് സ്ലാബ് വേണം. സ്ലാബ് ഇങ്ങനെയല്ലേ? 6 ധാരാളം. പിന്നെ ഈ സ്ലാബ് നമുക്ക് ഇങ്ങനെ വയ്ക്കാം. എടാ താഴത്ത് കേവ അല്ലല്ലേ, ഞാൻ നേരത്തെ വെച്ച ലാവയല്ലേ? ഓ, ഇനി നമ്മളിത് പൊട്ടിക്കുന്നു. ഇനി നമ്മൾ ഇതും പൊട്ടിക്കുന്നു. നേരെ അവിടെ ഇതായി. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഇതങ്ങ് പൊട്ടിക്കുന്നു. എന്തോ ഒരു മിസ്റ്റേക്ക്. വാട്ട് ദ മിസ്റ്റേക്ക്? എടാ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടാ, എനിക്ക് മനസ്സിലാവുള്ളത്. ഈ സോഴ്സ് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ അറിവ് ശരിയാണോ എന്ന് നോക്കാം. ഇവിടെ ഇതങ്ങ് പൊട്ടിക്കാം. അന്നേരാവോ? വെയിറ്റ്, ഞാനിത് ഇവിടെ നിന്ന് പൊട്ടിക്കുകയാണെങ്കിൽ ഇതുണ്ടാവും. ഓ, കണ്ടുപിടിച്ചടാ. ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഇത് കുറച്ചെടുക്കാം. ഇതിങ്ങനെ തന്നെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കാം. ഒരു കുറച്ചാവണം. കുറച്ചെന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം വേണം. അണ്ട് ഈ പിക്കാക്സ് പൊട്ടണ വരെ ചെയ്തുകൊണ്ടിരിക്കാം ഗൈസ്. പിക്കാക്സ് പൊട്ടാറായിട്ടൊന്നുമില്ല. പുത്തം പുതിയ പിക്കാക്സ് ഞാൻ ഇതിനോടൊപ്പം ഡേർട്ട് പൊട്ടിച്ച് അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു ഗൈസ്. അത് ഞാനൊരു വീണ്ടും ഒരു പൊട്ടത്തരം കാട്ടിയതാണ്. ഇനി ഒരു പിക്കാക്സ് ഇപ്പം ഉണ്ടാക്കി വെച്ചേക്കാം. പിന്നെ ഒരു ഇതും സാപ്ലിങ് വളർന്നില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റിക്ക് വേണമല്ലോ. ഇനി സ്റ്റിക്കിന് വുഡ് ഒരു മിനിറ്റ്. ഇതിവിടെ വെച്ചിട്ട് ഇതിവിടെയും വെച്ചിട്ട് ജസ്റ്റ് അല്ല ഇത് തുറന്നിട്ട് ഒരു ആക്സ്. ഇനി പോയില്ല, ഇതും പോയില്ല, അതും പോയില്ല, ഇതും പോയില്ല, അത് പോയി. ഇത് പോയില്ല. ഓ, ഇനി ഇവിടെ ഡയറക്റ്റ് ഇട്ട് നിന്നിട്ട് ഇനി നമുക്ക് പരിപാടി തുടങ്ങാം. ഇങ്ങനെ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കാം. അമ്മേ, ഞാൻ അവിടെ താഴത്തും കുടിച്ചടാ. ആ സീനില്ലാന്ന് തോന്നുന്നു. ഇവിടെ വേണ്ട. ഇനി നമുക്ക് ടൂൾസ് എല്ലാം ആയി.
പിന്നെ ഇനി കുറച്ച് പരിപാടി ഉണ്ട്. നമുക്ക് ഇവിടെ ഇനി സാപ്ലിങ് വളർന്ന് കാണുമായിരിക്കും. ഇവിടെ ഈ കോബിൾ സ്റ്റോണൊക്കെ എങ്ങോട്ടാ പോണേ? അമ്മേ, ആടെ വളർന്നടാത്. നൈസ് നൈസ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യല്ല, നമുക്ക് ഇതൊന്ന് സെറ്റാക്കി എടുക്കാം. അടുത്ത് വളരും. അവിടെ മരം കത്തിപ്പോകുന്ന എൻ്റെ മനസ്സ് പറയുന്നു. കുറച്ച് സ്ലാബ് ഉണ്ടാക്കേണ്ട വരും. ഈ വുഡിൻ്റെ സ്ലാബ് ഇപ്പോൾ നമുക്ക് ഈ താഴെ വെച്ചിട്ട് ഇങ്ങനെ 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 ചെയ്ത്, പിന്നെ ഇനി ഇതിൻ്റെ എന്തോ കത്തുപിടിക്കുന്നത് എനിക്ക് തോന്നി ഈ സാപ്ലിംഗ് ഒന്നും കിട്ടൂല. ഉറപ്പാ, സാപ്ലിംഗ് ഒന്നും കിട്ടൂല. അപ്പോൾ നമുക്കിനി ഇവിടെ ഒന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 2 സാപ്ലിംഗ് സാധനം കിട്ടി. ഇനി ഈ മരം ഇത്രങ്ങ് വെട്ടിക്കളയാം. അയ്യോ, എവിടെ കാത്തു പിടിച്ചേ? ഞാൻ ഈ വുഡ് ഇതാക്കി കളഞ്ഞു. ഗൈസ്, ഐശ്വര്യമായിട്ട് നമ്മുടെ മരം പോയിരിക്കുന്നു, കത്ത് പിടിച്ച് പോയിരിക്കുന്നു ഗൈസ്. നമ്മുടെ മരം ഇതാ കത്ത് പിടിച്ച് നാശമായി പോയിരിക്കുന്നു ഗൈസ്. ഇതിപ്പോൾ ഞാൻ കട്ടാക്കി കളഞ്ഞെന്ന് പറയുമ്പോൾ ഞാൻ ചാവണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലോങ് ലീഡ് പോലെ ആക്കാണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ അത് പോരാ. ഇനി നമ്മളെല്ലാം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യണം. ഈ ആപ്പിൾ ഇപ്പോൾ കഴിച്ചേക്കാം, കാരണം ചത്ത് കഴിഞ്ഞാൽ വേറെ ഇല്ല. പിന്നെ നമുക്ക് സ്ലാബ് ഉണ്ടാക്കിയായിരുന്നോ? സ്ലാബ് ഉണ്ടാക്കിയില്ല. ഇപ്പം ഉണ്ടാക്കി. ഇനി ഇതിങ്ങനെയല്ല ആക്കണ്ട, അടിയിലായിട്ട് വയ്ക്കാം. എന്നിട്ട് ഇങ്ങനെ 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 പിന്നെ ഇവിടെ വെച്ചേക്കാം. ചാടിപ്പോയല്ല മൂഞ്ചി. ആദ്യത്തേതൊക്കെ ഓർമ്മയുണ്ടല്ലോ, ചാടിപ്പോയ മൂഞ്ചി. ഇതുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഇനി അപ്പുറത്തെ ഐലൻഡ് എവിടെയാണെന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്കിനി മരം ഈ അറ്റത്തും എല്ലാം കൊണ്ട് കയറാം. ഈ മരം മൊത്തം ഇതാക്കി എടുക്കാം. എന്താ ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ? അതൊക്കെ കാര്യമാക്കണ്ട. എടാ, ഇതെന്നാടാ ബഗ് അടിച്ചടാ. ബഗ് സെറ്റായി. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറച്ചാണ് നമ്മൾ ചെയ്തോളൂ. പക്ഷേ നമ്മളിനി അടുത്ത വീഡിയോയിൽ മിക്കതും നമ്മൾ ചെയ്തിരിക്കും ഗൈസ്. അപ്പോൾ നമുക്കിനി ഇവിടെയായിട്ട് ഈ സാപ്ലിംഗ് അങ്ങ് നട്ടു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇത് നമുക്ക് ഈ വെള്ളത്തിൻ്റെ ഇവിടെയുള്ള നമ്മൾ ഇവിടെ അങ്ങ് നട്ടു പിടിപ്പിച്ചിട്ട് നമ്മളിനി ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ചാനൽ സബ് ചെയ്തല്ലേ എല്ലാവരും പോയി സബ് ചെയ്യുക ഗൈസ്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ലൈക്ക് അടിച്ചില്ലെങ്കിലും നമ്മുടെ എല്ലാ വീഡിയോയും പോയി ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.